വയനാട് നിന്ന് പ്രതീക്ഷ നൽകുന്ന സന്തോഷം നൽകുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. ആ ദുരന്ത ഭൂമിയിൽ അതിജീവനത്തിന് ശ്രമിക്കുന്ന മനുഷ്യർ, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തികൾ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് ആരംഭിക്കുകയാണ്. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് തേയിലച്ചെടികൾ പറിച്ചു മാറ്റുന്നു. അതായത് ഈ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഭൂമി തയ്യാറാക്കുന്ന പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. അതായത് വയനാട്ടിൽ നമുക്കറിയാം, മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഒരുപാട് കുടുംബങ്ങൾ അനാഥമായി, ഒരുപാട് വീടുകൾ എടുത്തുപോയി. അവരെയൊക്കെ ഒരു ടൗൺഷിപ്പായി പുനരധിവസിപ്പിക്കാൻ ആ ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിന്റെ ആദ്യത്തെ പടി ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് നിയമ തടസ്സങ്ങൾ പൂർണ്ണമായും മാറി ഇന്ന് ആ മണ്ണിൽ, അതായത് മുണ്ടക്കൈ ദുരന്ത ബാധിതരെ താമസിപ്പിക്കുന്ന ടൗൺഷിപ്പിനായിട്ടുള്ള ആദ്യത്തെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ആ എസ്റ്റേറ്റിലെ തേയില ചെടികൾ ഇപ്പോൾ എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. JCBകൾ അവിടെ എത്തിത്തുടങ്ങി, പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കമലാണ് വിവരങ്ങൾ നൽകേണ്ടത്. കമൽ, മുണ്ടക്കൈ ചൂരൽമല നിവാസികളെ സംബന്ധിച്ച് ഇത് ആശ്വാസത്തിൻ്റെ ഒരു പകലായി മാറട്ടെ. ഒരു 6-7 മാസം കൊണ്ട്, അല്ലെങ്കിൽ അധികം താമസിക്കാതെ, ഇപ്പോൾ പലരും വാടക വീടുകളിലാണ്, ചിലർ ബന്ധു വീടുകളിലുണ്ട്. ആ മനുഷ്യർക്ക് എല്ലാവർക്കും പണ്ട് നമ്മൾ ഒരുമിച്ച് താമസിച്ചിരുന്നത് പോലെ ഒരു ടൗൺഷിപ്പിൽ താമസിക്കാനുള്ള ആ സ്വപ്നത്തിൻ്റെ ആദ്യത്തെ പടിയാവുന്നു. അഭിലാഷ്, തേയിലച്ചെടികൾ പിഴുതുമാറ്റുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ടൗൺഷിപ്പ്, അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ മുണ്ടക്കൈ ചൂരൽമല നിവാസികളെ സംബന്ധിച്ച വലിയ ആശ്വാസമാണ്. പക്ഷേ അതോടൊപ്പം ഇപ്പോഴിവിടെ നടക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ അവരുടെ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ ഇവിടെ പ്രവൃത്തി ആരംഭിക്കുന്നതിലുള്ള ഒരു പ്രതിഷേധമാണ് തൊഴിലാളികൾ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ഒന്നും ചെയ്തില്ല. ഇപ്പൊ നിങ്ങൾ എന്താണ് ഇപ്പൊ ഉന്നയിക്കുന്ന പ്രശ്നം? എന്താണ് നിങ്ങൾ ഉന്നയിക്കുന്നത്? ഞങ്ങളടുത്ത് പറഞ്ഞ അന്ന് സംയുക്ത യൂണിയൻ പറഞ്ഞ എന്താണെന്നറിയോ, നിങ്ങളെ പൈസ നിങ്ങളെ കയ്യിൽ എത്തും, അത് ഹൈക്കോടതിയിൽ ഞങ്ങൾ വാങ്ങിത്തരാം, എന്നിട്ട് ഇവിടെ പണി തുടങ്ങണമെന്ന് പറഞ്ഞത് അന്ന് പറഞ്ഞത്. എല്ലാ തൊഴിലാളികളും അതാ അത് ഞങ്ങൾ അംഗീകരിച്ചു. ഞങ്ങളെ പൈസ എന്നിട്ട് യൂണിയൻ നേതാക്കന്മാരെ സംയുക്തമായി പറഞ്ഞതാണ്. കളക്ടറേറ്റ് മാർച്ച് ഉണ്ടായിരുന്നു, അന്ന് യൂണിയൻ നേതാക്കന്മാർ സംയുക്തമായി പറഞ്ഞാണ്, ഇത് നിങ്ങൾ തീർന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പ്രശ്നം വരുമ്പോൾ ഇപ്പൊ തറക്കല്ലിട്ടോട്ടെ, നമുക്ക് ഒരു പ്രശ്നമില്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടി പണി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ പൈസ കിട്ടിയില്ലെങ്കിൽ എല്ലാ യൂണിയനും കൂടെ പറഞ്ഞാൽ നമ്മൾ തടയണം. എല്ലാ യൂണിയനും കൂടെ പറഞ്ഞാൽ അത് അന്ന് കളക്ടറേറ്റില് പൊതുവായിട്ട് പറഞ്ഞ കാര്യം. എത്ര തൊഴിലാളികൾക്ക് എത്ര കാലത്തെ ആനുകൂല്യം, എത്ര രൂപയോളം വരും? അത് ഇവിടെ മൊത്തം 300 തൊഴിലാളികളുണ്ട്. പക്ഷേ ഇവിടെ 167 തൊഴിലാളികൾക്ക് സർവീസ് പ്രോഗ്രാം എല്ലാം അടയ്ക്കാനുണ്ട്. ഇത് 10-15 വർഷക്കാലമായിട്ട് അനുഭവിക്കുന്ന, ഒരു ദിവസം, ഒരു മാസം, 2 മാസം അല്ല, ഇത് 10-15 വർഷമായിട്ട് അനുഭവിക്കുന്നതാണ്. ഞങ്ങൾ നിരന്തരം മാസം ഗവൺമെന്റിനോട് തൊഴിലാളികൾ ഇവിടെ ഇനിയും ജോലി ചെയ്യാണ്ട് അവരെ പറ്റിയിട്ട് ഒരു തീരുമാനം ഉണ്ടായില്ല. നിലവിൽ 33 തൊഴിലാളികൾ അല്ല, ഇപ്പൊ ഉണ്ട്. ഇനി അവർക്ക് ജോലി ചെയ്യാനുള്ള വർഷങ്ങളോളം ഉണ്ട്. 60 വയസ്സ് താഴെയുള്ള ആൾക്കാർ, 40 വയസ്സായാലും 45 വയസ്സായാലും വരുന്ന 33 തൊഴിലാളികൾക്ക് ഇനിയും ജോലി ചെയ്യാനുള്ളതാണ്. അവർക്ക് വരുന്നതാണ്, അവരടുത്തും പറയണത് ഇറങ്ങിപ്പോയിക്കോളി. അതുപോലെ ഈ റിട്ടയർമെന്റ് ആനുകൂല്യം കിട്ടാനുള്ള എത്ര പേരുണ്ട്? അത് 167 ആളുണ്ട്. 167 ആൾക്കാർക്കുണ്ട്. അതിൽ കുറെ ആൾ മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ കുടുംബത്തിനും കിട്ടിയില്ല, ഒന്നുമില്ല. കുറെ ക്യാൻസർ രോഗികളുണ്ട്, ആർക്കും ഒന്നും കൊടുക്കുന്നില്ല. ഇവരെല്ലാം വരെ ഇഷ്ടത്തിന് ഇവിടെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ആണ് ഇപ്പോൾ ഈ തർക്കം ഉന്നയിക്കുന്നത്. അവർക്ക് 100ഓളം തൊഴിലാളികൾക്ക് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ നൽകാനുണ്ട്. മാത്രമല്ല, ഇപ്പോൾ തൊഴിൽ എടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളുടെ ഭാവി എന്നത് സംബന്ധിച്ചും തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ പ്രവൃത്തി ഇവിടെ തുടങ്ങിയതിലുള്ള എതിർപ്പ് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്, കമൽ, ഈ യൂണിയനുകൾ പറയുന്നത് ഞങ്ങളുടെ കാര്യം പരിഹരിച്ചില്ല എങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയും എന്നുള്ളത് തന്നെയാണല്ലോ. ഈ എസ്റ്റേറ്റ് മാനേജ്മെന്റിനോടാണോ ഇവർ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്? ഈ മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഈ ടൗൺഷിപ്പ് പണിയുന്ന ആ ഭാഗം, ആ ഭൂപ്രദേശം മാത്രമേ ഉള്ളൂ. അവരെ വേറെ സ്ഥലത്തേക്ക് പുനർവിന്യസിക്കാനും അതുപോലെ തന്നെ ഈ എസ്റ്റേറ്റ് മാനേജ്മെന്റിന് ഇവരുടെ കുടിശ്ശിക തീർക്കാനും ഒന്നും കഴിയില്ലേ? അഭിലാഷ്, വളരെ വർഷങ്ങളായി വയനാട്ടിൽ നിലനിൽക്കുന്ന ഒരു തൊഴിൽ പ്രശ്നമാണ് എൽസ്റ്റൺ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട്. ഏതാണ്ട് 15 വർഷത്തോളമായി ഇവരുടെ ഗ്രാറ്റുവിറ്റി, മറ്റ് ആനുകൂല്യങ്ങൾ, പ്രൊവിഡന്റ് ഫണ്ട് ഉൾപ്പെടെയുള്ളവ ഈ മാനേജ്മെന്റ് അടച്ചിട്ടില്ല. ഇപ്പോൾ ലേബർ വകുപ്പിന്റെ കണക്ക് പ്രകാരം 6 കോടിയോളം രൂപ അത്തരത്തിൽ മാനേജ്മെന്റ് നൽകാനുണ്ട്. യൂണിയനുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ 11 കോടിയോളം രൂപയുണ്ട്. എന്തായാലും ആ തർക്കം തുടക്കം മുതൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല, ഇപ്പോൾ അഭിലാഷ് ചോദിച്ചതുപോലെ ഇപ്പോൾ ഏറ്റെടുക്കുന്ന ഡിവിഷന് പുറമെ മറ്റൊരു ഡിവിഷൻ
ടെൻഷൻ കൂടി ഈ മാനേജ്മെന്റിനുണ്ട്. അവിടെയും സമാനമായ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. സർക്കാർ പറയുന്നത് സർക്കാർ ഇത് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. നഷ്ടപരിഹാര തുക കെട്ടിവെക്കുമ്പോൾ തന്നെ ഇതിൽ തൊഴിലാളികളുടെ തുക കൊടുത്തു തീർക്കാൻ മുൻഗണന നൽകണം, അതിന് പ്രയോറിറ്റി നൽകണമെന്ന് സർക്കാർ നിലവിൽ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. അത് പരിഹരിച്ച ശേഷം മാത്രമേ ഉടമയ്ക്ക് നഷ്ടപരിഹാരം അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നതാണ് സർക്കാർ നിലപാട്. പക്ഷേ തൊഴിലാളികളെ സംബന്ധിച്ച് അത് ഇതുവരെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പണി തുടങ്ങുന്നതിന് മുൻപ് ഞങ്ങൾക്ക് പണം നൽകും എന്നായിരുന്നു ഉറപ്പ് കിട്ടിയതെന്ന് തൊഴിലാളികൾ പറയുന്നു. എന്തായാലും ഇപ്പോൾ യൂണിയനുകളുടെ നേതാക്കളൊന്നും എത്തിയിട്ടില്ല. ഇവിടുത്തെ തൊഴിലാളികൾ തന്നെയാണ് നേരിട്ട് വന്ന ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത്. മുതിർന്ന CPIM നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും തൊഴിലാളികളുമായി സംസാരിച്ചിരുന്നു. ഇതിപ്പോൾ ഈ ഒരു പ്രശ്നം സർക്കാർ എന്താണ് ഈ നിലപാട് നേരത്തെ പറഞ്ഞിട്ടുള്ളത്? ഈ ട്രേഡ് യൂണിയനുകളെല്ലാം യോഗം ചേർന്ന് ലേബർ ഓഫീസിൽ യോഗം ചേർന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവർക്ക് എത്രയോ വർഷങ്ങളായിട്ട് ഈ മാനേജ്മെന്റ് പൈസ കൊടുക്കാനുള്ളതാണ്, ഇന്നും ഇന്നലെയോ അല്ല. എത്രയോ വർഷങ്ങളായിട്ട് മാനേജ്മെന്റ് തൊഴിലാളി ദ്രോഹ നടപടി തന്നെ സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുറേ കാലങ്ങളായിട്ട് പലപ്പോഴും ഗവൺമെന്റ് തലത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കും, ചർച്ച ചെയ്യും, തീരുമാനം നടപ്പിലാക്കില്ല. അതാണ് അതേ മാനേജ്മെന്റ് എടുത്തിരിക്കുന്ന ഒരു പൊതു നിലപാട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ മാനേജ്മെന്റാണ് ഇവർക്ക് പൈസ കൊടുക്കേണ്ടത്. ഗവൺമെന്റ് ഈ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. നേരത്തെ കെട്ടിവെക്കാൻ പൈസ പറഞ്ഞു, 26 കോടി രൂപ ചില്ലാനം കെട്ടിവെക്കാൻ വേണ്ടി പറഞ്ഞു. ഇന്നലെ 17 കോടിയും കെട്ടിവെക്കാൻ പറഞ്ഞു. അതെല്ലാം ഗവൺമെന്റ് കോടതിയിലാണ് കെട്ടിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കോടതിയിൽ തന്നെ ലേബർ കമ്മീഷനും കൂടെ ആവശ്യപ്പെട്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. ഈ തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാനുള്ള കാര്യം കൂടെ അവിടെ അറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അറിയിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തൊഴിലാളികൾക്ക് പൈസ കിട്ടണമെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല. അവരുടെ ആനുകൂല്യം എത്ര വേഗം കൊടുക്കാൻ കഴിയുമോ അത്രയും വേഗം കൊടുക്കണം. അതിന് ഗവൺമെന്റിനും അക്കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഗവൺമെന്റും തൊഴിൽ വകുപ്പ് മന്ത്രിയും എല്ലാം മുൻകൈ എടുത്തിട്ടാണ് ഈ യോഗം തന്നെ ചേർന്നതെന്നുള്ള കാര്യം സംശയമില്ല. ആദ്യം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത യോഗം അവരുടെ സൗകര്യാർത്ഥം ഇങ്ങോട്ട് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് തൊഴിലാളികളുടെ കൂടെയാണ്. ഇത് രണ്ട് വിഷയമാണ്. ഭൂമി ഏറ്റെടുക്കൽ വിഷയം ഒന്ന് വേറെയാണ്, തൊഴിലാളികളുടെ വിഷയം ഒന്ന് വേറെയാണ്. പക്ഷേ രണ്ടും കൂടി കൂട്ടിക്കലർത്തിയല്ല നമ്മൾ കാണേണ്ടത്. വീട് പണി നടക്കണം, അക്കാര്യത്തിൽ യാതൊരു തടസ്സം ഉണ്ടാവേണ്ട കാര്യമില്ല. തൊഴിലാളികൾക്ക് കിട്ടുന്ന ആനുകൂല്യം എത്രയും വേഗം കൊടുക്കണം. അത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം മാനേജ്മെന്റിനാണ്, ഗവൺമെന്റിനല്ല. ഗവൺമെന്റിന് മാനേജ്മെന്റിന് പൈസ കൈമാറാനേ കഴിയും. അപ്പോൾ തൊഴിലാളികളുടെയും കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉറപ്പുണ്ടാക്കുക എന്നുള്ള ഒരു ചുമതല രാഷ്ട്രീയ നേതാക്കളുടെയും അഭിപ്രായം. CK ശശീന്ദ്രൻ CPIM നേതാവ്, മുൻ MLA ആണ് സംസാരിച്ചത് കമലിനോട്.